ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഹെന്ന ജേണി പറഞ്ഞു തരാനാട്ടോ വന്നത്. അതിതാ ഇപ്പൊ നിങ്ങളെ കൂടെയാണ് തുടങ്ങുന്നത്. നിങ്ങളും കൂടെ ഉണ്ടാവൂലേ? കുറെ മുന്നൊക്കെ ഞാൻ മൈലാഞ്ചിട്ട് കൊടുത്തിക്കണ് 7-8 പഠിക്കുന്ന സമയത്ത്. അന്നത്തെ ഡിസൈനൊക്കെ ഇന്ന് ഇട്ട് കൊടുത്താൽ പൈസ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും, വല്ല കൈ കൊളാക്കിയത്. അന്ന് അടുത്തുള്ള കല്യാണ പെണ്ണിന് വരെ ഇട്ട് കൊടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്. അവരൊക്കെ ഒരവസ്ഥ ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഇപ്പോൾ കുറച്ചൊക്കെ മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് ക്യാഷിന് വേണ്ടിയിട്ടൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. എന്തായാലും ഹെന്ന ജേണി പറയാൻ വന്നതല്ല. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഫസ്റ്റ് ആയിട്ട് മൈലാഞ്ചിട്ട് ആ ദിവസത്തെ കഥ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അന്നൊരു പെരുന്നാളായിരുന്നു കേട്ടോ. പെരുന്നാളിൻ്റെ തലേ ദിവസമാണ്. എല്ലാവരും മൈലാഞ്ചി ഇടുന്ന രാത്രിയാണ്. എല്ലാ പെരുന്നാൾക്കും എനിക്കും അനിയത്തിക്കും മൈലാഞ്ചിട്ട് തരുന്നത് തൊട്ടടുത്ത വീട്ടിലെ താത്തയായിരുന്നു കേട്ടോ. അപ്പോൾ അവരാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടെ ഇല്ല. അപ്പോൾ തൊട്ട് അപ്പുറത്തുള്ള താത്ത തന്നെ മൈലാഞ്ചി ഇടുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാനും അനിയത്തിയും കൂടി അങ്ങോട്ട് ട്യൂബും കൊണ്ട് പോയിട്ടോ. അപ്പോൾ അവിടെ കുറേ കുട്ടികൾ മൈലാഞ്ചി ഇടുന്നുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്നു. അങ്ങനെ കുറേ സമയമായപ്പോൾ അവർക്ക് എന്തൊക്കെയോ അവിടെ ബിസിയാണെന്ന് പറഞ്ഞിട്ട് രാവിലെ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടോ ഞങ്ങൾക്ക് മൈലാഞ്ചി. രാവിലെ എന്ന് പറയുമ്പോൾ അന്നൊന്നും ഈ ബിഗ് ബി അങ്ങനത്തെ മൈലാഞ്ചികളൊന്നും ഇല്ല. അപ്പോൾ പെട്ടെന്ന് ചുവക്കണ മൈലാഞ്ചികളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ രാവിലെ ഇട്ടത് ആ പെരുന്നാളാകുമ്പോഴൊക്കെ അത് ചുവപ്പ് കിട്ടൂലല്ലോ. അപ്പോൾ അങ്ങനെ സങ്കടത്തോടെ ഞാൻ അനിയത്തിന് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ കയറിയപ്പോൾ ഉമ്മ ചോദിച്ചു എന്തേ മൈലാഞ്ചി ഒന്നും ഇട്ടില്ല. അപ്പം ഞങ്ങളുള്ള കാര്യം പറഞ്ഞു കേട്ടോ. അപ്പം ഉമ്മ പറഞ്ഞു ഉമ്മാൻ്റെ കുട്ടികൾ വേഗം കൈമേജ് എൻ്റെ കൈമ ഇട്ടാളാം, പിന്നെ ഓക്കും കൂടി ഇട്ട് കൊടുത്തളാന്ന് പറഞ്ഞിട്ട് എന്നോട്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് വേണമെന്ന് വിചാരിച്ച് എൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ടത്. ഇട്ട് കഴിഞ്ഞപ്പോൾ ഉമ്മയും പറഞ്ഞു നല്ല രസമുണ്ടെന്ന്. അനിയത്തിൻ്റെ കൈമിട്ടത് ഓൾക്കും നല്ല ഇഷ്ടമായി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് മൈലാഞ്ചി ഇട്ടിട്ട് പ്രാക്ടീസ് ചെയ്ത് പിന്നെ അവിടെയുള്ള പെരുന്നാൾക്കും കല്യാണത്തിനൊക്കെ പിന്നെ ഞാനായി അവിടുത്തെ മൈലാഞ്ചി ഇടല്. അന്നൊക്കെ ഞാൻ എന്താണ് ഇട്ട് കൊടുത്തതെന്ന് എനിക്ക് പോലും അറിയൂല കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.